അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആർക്കാണ് വിജയസാധ്യത എന്നാണ് നമ്മൾ ചോദിച്ചു വന്നത്. അപ്പോൾ ചേട്ടൻ പറയുന്നത് സുരേഷ് ഗോപിക്ക് ഈ മണ്ഡലത്തിൽ സാധ്യത ഉണ്ട് എന്നാണ്, അല്ലേ? തീർച്ചയായും അങ്ങനെ പറയാൻ കാര്യം കാരണം അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു അംഗീകാരമുണ്ട്. ഇവിടുത്തെ MP അല്ല ആയിരുന്നില്ല, എല്ലാം അന്ന് രാജ്യസഭ MP ആയിരുന്നപ്പോൾ പോലും തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഒരു പഞ്ചായത്ത് ഏറ്റെടുത്തു, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉള്ള ചുവന്ന് തുടുത്തു നിൽക്കും, അത് തൃശ്ശൂർ ചുവന്ന് തുടുത്തു നിൽക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇവിടെ ലാൽ സലാം അന്തിക്കാടിന്റെ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ ഇവിടുന്ന് പോയത് TN പ്രതാപനാണ്. അത് 1 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ തന്നെയും ജനങ്ങളുടെ ഇടയിൽ വൻ വിശ്വാസമാണ് VS സുനിൽകുമാർ ജയിക്കുമെന്ന്. ഈ 3 സ്ഥാനാർത്ഥികളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ആരെയാണ്? ഇവിടെ VS സുനിൽകുമാർ, സുരേഷ് ഗോപി, K മുരളീധരൻ 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ. രാഷ്ട്രീയമായ എതിരാളികളും പൊതുജനവും VS സുനിൽകുമാറിനെയാണ് അനുകൂലിക്കുന്നത്. ഇവിടെ ഏത് അഭിപ്രായങ്ങൾ രാഷ്ട്രീയമായി പറഞ്ഞോട്ടെ, മനസ്സിൽ VS സുനിൽകുമാറാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ജനപ്രതിനിധിയായിരുന്ന സമയത്ത്, വിദ്യാർത്ഥി രാഷ്ട്രീയ സമയത്ത്, യുവജന രാഷ്ട്രീയ സമയത്ത്, പൊതുപ്രവർത്തകനായി നിന്ന സമയത്ത്, മന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം ജനങ്ങൾക്ക് നല്ല അഭിപ്രായം. നമ്മളിവിടെ ഈ കർഷകരുടെ അവസ്ഥ എന്താ? ഇവിടുത്തെ ഈ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് സുനിൽകുമാർ ചെയ്ത പല കാര്യങ്ങളും ബുദ്ധിമുട്ടായി എന്നൊക്കെ ഇന്നലെ ചില ആൾക്കാർ പറയുന്നത്. ഏറ്റവും കൂടുതൽ വികസനം ചെയ്ത മന്ത്രിയാണ് ആണ്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ഈ നെല്ലിന്റെ ഈ സംഭരണത്തിന്റെ കൂലിയൊക്കെ കിട്ടിയോ? നെല്ല് സംഭരണം കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. PRS വായ്പയിൽ വന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല? ഇല്ല, അതൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? പുള്ള് ഉൾപ്പെടുന്ന പഴയ ചേർപ്പ് മണ്ഡലത്തിന്റെ MLA ആയിരുന്നു സുനിൽകുമാർ. അന്ന് ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതിലൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 3 സ്ഥാനാർത്ഥികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തൃശ്ശൂരുമായിട്ട് ഏറ്റവും അഭേദ്യമായിട്ടുള്ള ജനങ്ങളുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരാള് സുനിൽകുമാറാണ്. സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മറ്റൊക്കെ വന്നാലും അവർക്ക് തൃശ്ശൂരിലെ ജനങ്ങളുമായിട്ട് അവരെക്കാളൊക്കെ തന്നെ വലിയ ബന്ധം. ആൾക്കാരെങ്കിലും UDF അവർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ഏതെങ്കിലും ഏകപക്ഷീയമാണെന്ന് വിചാരിക്കരുത്. തൃശ്ശൂർ നഗരത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് K മുരളീധരന് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കിട്ടി. തൃശ്ശൂരിന്റെ മുത്താണ്, K മുരളീധരൻ ചങ്കാണ്. അത് അവര് പറയുന്നതല്ല, തുടിപ്പാണ്. ആളോട് കിട്ടില്ല. കഴിഞ്ഞ ഒരാളുണ്ടാവില്ല. സുനിൽകുമാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. പ്രതിസന്ധി അനുഭവിച്ച ഘട്ടത്തിൽ പ്രളയം, ഈ പുള്ളു ഗ്രാമവും കേരളത്തിലുണ്ടായ പ്രളയം, ആ പ്രളയഘട്ടത്തിൽ ഏറ്റവും ശക്തമായി ഇടപെട്ട ആളാണ് ചേട്ടാ. അങ്ങനെയാണോ? പക്ഷത്താണെങ്കിലും സുനിൽകുമാറിനെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ വേറൊരു കാര്യം, ഒരിക്കലും ഒരു MP ആയിട്ട് ഇവിടെ വന്ന പ്രവർത്തിക്കാൻ ആളുകൾ കഴിയില്ല. 100% ഉറപ്പാണ്. കാരണം ഇവിടുത്തെ ഒരു ഏരിയയിൽ മാത്രം പ്രവർത്തിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു MP ആയിട്ട് പ്രവർത്തിക്കാൻ യാതൊരു കഴിവുമില്ല. ആ സമയത്ത് സുനിൽകുമാറൊക്കെ ഇവിടെ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരിൽ പുള്ളിലാണ്. പുള്ളിലെ കുറച്ച് വിശേഷങ്ങൾ കൂടി പ്രേക്ഷകരെ ഞാനൊന്ന് അറിയിക്കാം.